ഹായ് ഫ്രണ്ട്സ്, വണ്ടർ സ്കിൻ എസ്തെറ്റിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും ചെയ്യണത് ഒരു ടാറ്റു ചെയ്ത ഐബ്രോ മൈക്രോ ബ്ലേഡിങ്ങിലൂടെ കറക്റ്റ് ചെയ്യണതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചായി ഇങ്ങനെ വരുന്നത്. ഇവരൊക്കെ പോയിട്ട് ടാറ്റു മൈക്രോ ബ്ലേഡിങ് ആണെന്ന് പറഞ്ഞിട്ടാണ് ടാറ്റു ചെയ്തേക്കുന്നത്. അവർക്കറിയില്ലായിരുന്നു ഇത് മൈക്രോ ബ്ലേഡിങ് അല്ല, ടാറ്റു ആണ് അവർ ചെയ്യണേന്നുള്ളതൊക്കെ. മൈക്രോ ഷെയ്ഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ പോയിട്ട് ചെയ്തേക്കുന്നത്. എന്തായാലും നമ്മൾക്കിതിപ്പോൾ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ഡ്രോയിങ്സ് ഇട്ട് നോക്കട്ടെ ഞാൻ, കാരണം ഇത് നല്ല ഡാർക്കായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അധികം വീഡിയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വീതി കൂട്ടിയിട്ട് കറക്റ്റ് ചെയ്തെടുക്കേണ്ടി വരും എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ കസ്റ്റമർ അതിന് ഓക്കെയാണ്, കുറച്ച് വീതി കൂടിയാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഐബ്രോസ് നോക്കി കാണാം, അതിൻ്റെ ഫ്രണ്ട് സൈഡ് കുറച്ച് മോശമായിട്ടാണ് കിടക്കുന്നത്. അത് ഞാൻ ഓൾറെഡി കസ്റ്റമറോട് പറഞ്ഞു എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഐബ്രോസ് തമ്മിൽ ഭയങ്കര ക്ലോസ് ആയി പോണ പോലത്തെ ഒരു ഫീൽ വരും. അപ്പം ഞാൻ പറഞ്ഞു തൽക്കാലം ആ ഒരു പോർഷൻ മാത്രം എനിക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് വേണമെങ്കിൽ ഫൗണ്ടേഷൻ വെച്ച് ഡെയിലി കവർ ചെയ്തെടുക്കേണ്ടി വരും എന്നുള്ളത് കസ്റ്റമറോട് ആദ്യമേ പറഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഞാൻ എപ്പോഴും പറയണത് പോലെ മറ്റൊരു ടാറ്റോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് മൈക്രോ ബ്ലേഡിങ് ചെയ്ത് ഷേപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കറക്റ്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് ഒരു ഫ്രഷ് ഐബ്രോ ചെയ്യണ ഒരു ഫിനിഷിങ്ങോ കാര്യങ്ങളോ നമ്മൾക്കതിൽ കിട്ടില്ല. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊരു പ്ലെയിൻ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ഫ്രഷ് ഐബ്രോ ചെയ്യണ മറ്റൊരാളെ തൊടാത്ത ഒരു ഐബ്രോ ചെയ്യണതിൽ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നമുക്ക് ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലുള്ളൊരു ഫ്രീഡം നമുക്ക് ഇങ്ങനെയുള്ള ഐബ്രോസിൽ കിട്ടില്ല. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് നമുക്ക് ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഡ്രോയിങ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് പറഞ്ഞു കൊടുക്കും, ഇന്ന പോലെ ആയിരിക്കും ഐബ്രോസ് വരിക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് കറക്ഷന് ട്രൈ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി നല്ല ബ്ലാക്കിലാണ് ടാറ്റൂൻ്റെ ഇങ്ക് കിടക്കുന്നത്. അപ്പോൾ ഞാനും കുറച്ച് ബ്ലാക്ക് കൂട്ടിയിട്ടിട്ട്, നമ്മൾ നോർമലി ബ്രൗൺ മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് കൂടി ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടാറ്റൂ കറക്ഷന് മിക്കവാറും അങ്ങനെ വേണ്ടി വരാറുണ്ട്, കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കസ്റ്റമറും ഓക്കെയാണ്, അവർക്കും കുറച്ച് ഓൾറെഡി ഇത്രയും നാൾ ഡാർക്കായി കണ്ടേക്കണോണ്ട് തന്നെ കസ്റ്റമർക്കും ഡാർക്ക് മതി എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെയാണ് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ക്യാമറയുടെ ആംഗിളിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു.